ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പോ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? രാജുവിന്റെ പിറന്നാള് ദിവസം രാധമ്മ പ്രത്യേകം നടന്ന വഴിപാടാ പൂപ്പറ. ഇവന് 2 വയസ്സുള്ളപ്പോ മുതല് നടത്തിപ്പോന്നതാ. ഇവന്റെ ആയുസിന് തന്നെ ആപത്തുള്ള ഒരു രോഗം വന്നപ്പോ അവള് നേർന്നതാ. ദേവിയുടെ നാളും ഇവന്റെ നാളും ഒന്നാ, മകം. ഇന്ന് പൂപ്പറ നടത്തണം. പൂപ്പറ ദേവിക്ക് സമർപ്പിക്കണമെങ്കിൽ അമ്മ വേണ്ടേച്ചാ? എന്തോ മന്ത്രോ ജപമൊക്കെ ഇല്ലേ? മന്ത്രങ്ങളുണ്ട്. അത് തിരുമേനി മോളോട് പറഞ്ഞു കൊടുക്കും. ആ, മോള് നടത്തിയാലും മതി. അമ്മയ്ക്ക് വരാൻ മനസ്സില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യാൻ പറ്റൂടാ? പക്ഷെ അത് രാധമ്മ തന്നെ നടത്തേണ്ട വഴിപാടല്ലേ? അതെ. നെൽപ്പറയും മഞ്ഞൾപ്പറയും പൂപ്പറയും എല്ലാ ദേവീക്ഷേത്രങ്ങളും ഉണ്ട്. പക്ഷേ മകന്നാളിലെ പൂപ്പറയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട്. 10-26 കൊല്ലായിട്ട് രാധമ്മ നടത്തിപ്പോന്ന വഴിപാടല്ലേ. നിങ്ങൾ വാ മാഡം. ദേവി അമ്മേ, രാജുന് ആയുസ്സും ആരോഗ്യം കൊടുക്കണേ. എല്ലാവിധ നന്മകളും നൽകണേ. സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം നൽകണേ. എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി കാത്തുകൊള്ളണേ. ആഹാ, പിറന്നാളുകാരൻ വന്നല്ലോ. രാജുവിന് എല്ലാവിധ പിറന്നാൾ ആശംസകളും. നന്ദി തിരുമേനി. അല്ല, രാധമ്മ എവിടെ? അവള് വന്നില്ല. അവൾക്ക് പനിയാ. അത് കഷ്ടായല്ലോ. രാജുവിന്റെ പിറന്നാളിനുള്ള പ്രത്യേക വഴിപാടല്ലേ പൂപ്പറ? അത് പിറന്നാളുകാരന്റെ അമ്മ തന്നെയല്ലേ ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കേണ്ടത്? അത് രാജുവിന്റെ ഭാര്യ ചെയ്താ പോലെ തിരുമേനി. അമ്മ ചെയ്യേണ്ട കാര്യം അമ്മ തന്നെ ചെയ്യണം. മന്ത്രങ്ങളൊക്കെ തിരുമേനി കുട്ടിയോട് പറഞ്ഞു കൊടുത്താൽ മതി. ഒരു ഗത്യന്തരം ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യ? ദേവിക്കറിയാലോ കാര്യങ്ങള്. എന്നാ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. മോളെ, വർമ്മസാറിന് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു. എനിക്കൊന്ന് വർമ്മസാറിനെ കാണണം. ഒരു ദിവസം ഞാനങ്ങോട്ട് വരാം. കഴിഞ്ഞ ഒരു ദിവസം മോളുടെ മുത്തശ്ശി ഇവിടെ വന്നിരുന്നു. സൂര്യമംഗലത്തെ സരസ്വതി അമ്മയും മോളുടെ അനിയത്തിക്കുട്ടിയും ഉണ്ടായിരുന്നു. അമ്മമ്മ പറഞ്ഞു. അകലേ നോവിനാലേ